ഹലോ, ഡോക്ടർ ആൻലി റോസ്. നമ്മളിപ്പം ഈ റീസെൻ്റ്ലി എല്ലാവരുടെയും ഇടയിലും വളരെ പോപ്പുലറായിട്ട് എല്ലാവരും വളരെ എൻ്റർടൈൻ ചെയ്ത് കണ്ടൊരു മൂവിയാണ് വാഴ 2. എന്നാൽ ഈ മൂവിയിൽ അരിഷ്ടങ്ങൾ ഉപയോഗിച്ചിട്ട് ലിവർ ഡിസീസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു തെറ്റായ പ്രസ്താവന നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വൈദ്യനിർദ്ദേശം കൂടാതെ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പാർശ്വഫലം എന്ന രീതിയിലും നമുക്ക് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ആയുർവേദത്തിൽ എപ്പോഴും വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മുടെ ആസവ അരിഷ്ടങ്ങൾ. ഇത് നമ്മുടെ ആയുർവേദത്തിലെ ഫെർമെൻറ്റഡ് പ്രിപ്പറേഷനുകളാണ്. ഇതിൽ ഏകദേശം 5 to 10% ആൽക്കഹോൾ ഉണ്ട്. എന്നാൽ ഇത് സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ആണ്. ഇത് നമ്മുടെ ഓരോ അരിഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ ആസവങ്ങൾക്കും അനുസരിച്ച് അതിൽ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഹെർബ്സ് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന മെഡിസിനുകളാണിത്. എന്നാൽ ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ്. വൈദ്യനിർദ്ദേശം കൂടാതെ ഏത് മരുന്നുകൾ കഴിച്ചാലും അത് ഏത് ശാസ്ത്രമായാലും ഒരു ഡോക്ടറുടെ മേൽനോട്ടമില്ലാതെ അത് കൃത്യമായ അളവിലും അനുപാതത്തിലും കൃത്യമായ സമയത്തും അല്ലാതെ കഴിക്കുന്നത് കൊണ്ട് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ചില മെഡിസിനുകളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ്ലി ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉള്ളവർക്കും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണാറുണ്ട്, ഫാർമസിയിൽ വന്ന് ഓരോരുത്തരും ഗ്യാസിനുള്ള അരിഷ്ടമുണ്ടോ, അല്ലെങ്കിൽ പനിക്കുള്ള അരിഷ്ടമുണ്ടോ, വിശപ്പുണ്ടാകാനുള്ള അരിഷ്ടമുണ്ടോ, ഇങ്ങനെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ മരുന്നുകൾ മേടിച്ച് ഏത് സമയമൊന്നുമില്ലാതെ എത്ര ഡോസ് ഒന്നുമില്ലാതെ കഴിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്നുള്ള രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോ വ്യക്തിക്കനുസരിച്ച് അവരുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ, പ്രകൃതി അല്ലെങ്കിൽ ദോഷ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ഇത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യലാണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം അസുഖമുള്ള വേറൊരു ആളുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കി മരുന്നുകൾ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുത്ത മരുന്നുകൾ വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ചില മെഡിസിൻസ് നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അത് എഴുതി കൊടുത്താൽ വീണ്ടും ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് പോയി മരുന്ന് മേടിക്കുക, ഇങ്ങനെയുള്ള ഓരോ തെറ്റായ രീതികളാണ് ശരിക്കും നമുക്ക് മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഏത് ശാസ്ത്രമായാലും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ പറയുന്ന അളവിലും അനുപാതത്തിലും അത് ഏത് സമയത്ത് കഴിക്കണം, അല്ലെ എന്തിനോടൊപ്പം കഴിക്കണം, ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും അവെയറായിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി. ബൈ.